ആളോ എന്തോ ഇത്? തെങ്ങിന്റെ മണ്ട കിട്ടിന്ന് രാവിലെ. ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയാലോ? എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പായസം. ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് വെച്ച് എങ്ങനെയാണെന്ന് നോക്കാം. മാളുവിൻ്റെ പ്രിപ്പറേഷനാണ്, നമുക്ക് നോക്കാം. ട്രൈ ചെയ്യാം. ആദ്യം എന്താ മാളു ചെയ്യണ്ടേ? നമ്മളിത് കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇടും. കട്ട് ചെയ്ത് വെച്ച് തെങ്ങിൻ മണ്ട മിക്സിയിലോട്ട് ഇടാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. വലിയ ശബ്ദം കേട്ടു. ലൈഫിൽ ആദ്യമായിട്ടാണ് മിക്സി ഉപയോഗിക്കുന്നത്. വലിയ സൗണ്ട് കേട്ടു. അതൊന്നും പേടിച്ച് നല്ല മണം. നല്ല മണമുണ്ട്. പായസം അപ്പോൾ സൂപ്പറായിരിക്കും. അപ്പം നമുക്ക് ഈ തെങ്ങിൻ മണ്ട പായസം ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നത് ശർക്കര, തെങ്ങിൻ മണ്ട, മുട്ടുപ്പൊടി, 2ാം പാല്, 1ാം പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. കുറച്ച് പിന്നെ കിസ്മിസ് വേണം, അത് നമ്മൾ ലാസ്റ്റ് ഇടുന്നതാണ്. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ഈ തെങ്ങിൻ മണ്ട പായസം ഉണ്ടാക്കാനായിട്ട്. വലിയ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ ചൊമ്മനെ? അതെ അതെ അതെ, സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശർക്കര ഉരുക്കി എടുക്കണം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഫുള്ള് ഇടണം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ജോമിൻ്റെ തലയിൽ എന്ത് പറ്റി? തലയിലെന്താ? നല്ല സുന്ദരമായ തലയല്ലേ, ഭയങ്കര ഗ്ലാമർ ആയില്ലേ? ഞാനിപ്പോൾ പണ്ടത്തേക്കാൾ സൂപ്പറായില്ലേ? എല്ലാവരും പറയുന്നത് കണ്ടോ, ഭയങ്കര ഗ്ലാമറായി. ഗൈസ് ചെവി എത്തിക്കോ, ഇതൊന്നും കേൾക്കാതിരിക്കുന്ന നല്ലത്. ഇപ്പോൾ ഈ അരിപ്പൊടി ഉണ്ടല്ലോ, ഈ 2ാം പാലിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. ആ സമയം നമുക്ക് ഇതും കൂടെ നോക്കാം. നാട് തന്നെ ഭയങ്കര കോൺസെൻട്രേഷനിലാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ 2ാം പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു തെങ്ങിൻ മണ്ടയിലോട്ട് ആഡ് ചെയ്യും കേട്ടോ. ഈ 2 കയ്യിൽ എനിക്ക് സാധനം ഞാൻ മിക്സ് ചെയ്യും. അത് കഴിവ് വേണം, അതൊക്കെ അല്ലേ കഴിവെന്ന് പറയുന്നത്. നമുക്കതിലോട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്യും. എനിക്ക് മിക്സ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഗൈസ്. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഈ കരിക്കിൻ്റെയൊക്കെ മണം ഉണ്ടല്ലോ, കരിക്കും വെള്ളത്തിൻ്റെ മണം, അതിൻ്റെയൊക്കെ ഒരു മണം വരിക. ശരിയാ, നല്ല മണം വരുന്നുണ്ട്. ഓ, ഭയങ്കര ടേസ്റ്റുള്ള പായസമായിരിക്കും. ഇത് മിക്സ് ചെയ്തപ്പോൾ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കാം കേട്ടോ. നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലോട്ട് ആഡ് ചെയ്യാം. ചൂടാ. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാ തോന്നുന്നത്. ആന്നോ മാളു? അതെ, ആദ്യമായിട്ടാ. അപ്പം മാളുവിനെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. മാളു ഇത് കിണ്ടി കൊടുത്തേ. പിന്നെ നമുക്ക് നല്ല വേവുന്നത് വരെ മിക്സ് ചെയ്യാം കേട്ടോ. എവിടെ ഒരു തട്ടായിട്ട് ഒരു ബോർഡ് കൂടെ വെച്ചിട്ട് മാളു ദോശ. ആ, ഞാൻ കാഷ്യർ. എന്താണ് നമുക്കിനി തെങ്ങിൻ മണ്ട് പായസം എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് മാളുവിന്റെ ഇവിടെ ഇഷ്ടംപോലെ തെങ്ങില്ലേ, ഓരോ ദിവസം നമുക്ക് ഓരോ തെങ്ങിന്റെ. അയ്യോ, എന്റെ മാളു കലക്കിക്കൊടു. മാളു കലക്ക് മാളു. എന്റെ അമ്മച്ചി ഇതൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളൂ. പൊട്ടിത്തെറിക്കുന്നത് ഇനി കുറച്ച് നെയ്യും കൂടെ ഇടാം. അത് വിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നൊന്നും പറഞ്ഞ് മാളൂനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മാളു അവിടെ ഇളക്കുന്ന പരിപാടിയിലാണ്. ഞാനിവിടെ ഇത് ഈ കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കാം. അപ്പം നമുക്കിതിലൊരു ഇതിട്ട് കൊടുക്കാം. പിള്ളേരൊക്കെ പോകുന്നേക്കപ്പം അവർ വിചാരിക്കും എന്താ ചമ്മല നമ്മൾ തട്ടയുടെ ഉടക്കി തറടാ. വേറെ പായസം 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 പായസം.
അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പത്രം വെച്ച് മറയ്ക്കുന്നു. അമ്മ ഇനി വാ, നമുക്ക് ഇവിടെ നോക്കാം. വരുന്നില്ല, ക്യാമറ പേടി. അപ്പൊ പത്രം തലയിൽ വെച്ചോണ്ട് ഓടി. ഇതൊരു 5 to 10 minutes മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഗൈസ്. അപ്പോഴേക്കും കേട്ടോ പായസത്തിന്റെ കളറൊക്കെ വന്നു. ഇപ്പൊ ഇതുപോലെ പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ഇതിൽ നമുക്കിത് കുറച്ച് ഏലക്ക ആഡ് ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. എനിക്കിനി ഓഫ് ചെയ്യാം. നമ്മൾ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു ടേസ്റ്റ് ആയിരിക്കുമോ, കഴിക്കൂലേ എന്ന്. എല്ലാവരും ഭയങ്കര നെഗറ്റീവ് അഭിപ്രായമായിരുന്നു. വേണോ, ഇത് കൊള്ളത്തില്ലല്ലോ, ഇതിങ്ങനെ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും പറഞ്ഞു ഇല്ല കഴിക്കും, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലൈവായിട്ട് അവർക്ക് കൊടുത്ത് അവരുടെ അഭിപ്രായം നിങ്ങൾ കേട്ട് നോക്കാം കേട്ടോ. ആദ്യം നമുക്കിതേ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടന് എന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വെറൈറ്റി ടേസ്റ്റ്. കൊള്ളാമോ? നന്നായിട്ട്. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട്? അരിമാവാണ് ഇത് കൂടുതലായിട്ട് നിൽക്കുന്നത്. തെങ്ങിൻ മണ്ടൊരു ഫ്ലേവർ വരുന്നില്ലേ? ചെറുതായിട്ട് വരുന്നു. അങ്ങനെ നാളൊരു പായസം വെച്ച ഷെഫായി. ഇല്ല, രോമനെ ഹെൽപ്പ് ചെയ്തു. എന്ത് ടേസ്റ്റ് അമ്മ? സൂപ്പർ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ലതാണോ? അമ്മയും കുടിച്ചു. അമ്മയ്ക്ക് എന്ത് പറഞ്ഞു? അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ ഉണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്ത് പായസം എന്ന് പറയാം, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അരിപ്പായസമാണ്. അരി തെങ്ങിൻ മണ്ട പായസമാണ്. ഓ, അതിനൊരു ഫ്ലേവർ കിട്ടും. അരിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിട്ട അരിപ്പൊടിയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. പെട്ടെന്ന് കുടിക്കുമ്പോൾ നമ്മൾ ഈ തെങ്ങി മണ്ട കൊണ്ട് ഉണ്ടാക്കിയെന്ന് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു അരിപ്പൊടിയുടെ ടേസ്റ്റാണ് വരുന്നത്. നല്ലൊരു പായസമാണ്. കാരണം അതിന് എക്സാമ്പിളാണ് ഇവിടെ ചേട്ടൻ രണ്ടാമത്തെ റൗണ്ടും വന്ന് എടുത്ത്. ഇപ്പം തന്നെ ഫുള്ളായിരുന്നതാ, മുക്കാലായി. രണ്ടാമതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പായസം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സക്സസ്. ഇനി ജോമോൻ ടേസ്റ്റ് ചെയ്യാണ് ഗൈസ്. അരിപ്പൊടിയിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു തെങ്ങിൻ മണ്ടയുടെ ഫ്ലേവറും വരുന്നുണ്ട്. അത് അരിപ്പൊടി വരുന്നതുകൊണ്ടാണ് അരിപ്പൊടിയിലൊരു ആദ്യം നമുക്ക് കിട്ടുന്നത്. പക്ഷേ തെങ്ങിൻ്റെ മണ്ടയുടെ ആ ഫ്ലേവർ കിട്ടുന്നുണ്ട്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അതായിരുന്നു മെയിൻ. കാരണം കഴിക്കുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. വീട്ടിലും കൂടെ അവർക്ക് ഇഷ്ടമായപ്പോൾ കൺഫേം പായസം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പായസം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ. നല്ല റെസിപ്പിയാണ്, നല്ല പായസമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നി. വീട്ടിൽ അമ്മയൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. ക്യാമറ ഉണ്ട്, അമ്മ ഓടും. ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളിത് ഇവിടെ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബായ്. ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്.